നോക്കിയിരിക്കുള്ളൂ. ഇപ്പോൾ ആരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്യിച്ചോ, വി ഡോണ്ട് കെയർ, വി ലുക്ക് അറ്റ് മോഹൻലാൽ. ഇപ്പോൾ 2007 ബിഗ് ബി ഇറങ്ങുന്ന സമയത്താണ് കുറേ പേർക്കൊക്കെ ഒരു വെള്ളിപാടുണ്ടാവും, ഇങ്ങനെ ഷൂട്ട് ചെയ്യാമല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഡയലോഗ്സ് എഴുതാമല്ലേ, സീനായിട്ട് തന്നെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന്. അപ്പം എൻ്റെ ഒക്കെ ഒരു ഇതെന്ന് വെച്ചാൽ വലിയ ഡയലോഗ്സ് വേണ്ട, ഒരു കുഞ്ഞു ഡയലോഗിൽ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ആവും എന്നുള്ളതാണ്. അതായിരുന്നു ബിഗ് ബിന്ന് എൻ്റെ ഒരു ലേണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ജിംഷിക്ക് ബിഗ് ബി കൊണ്ട് കിട്ടിയ ലേണിംഗ് എന്തായിരുന്നു ഓർമ്മയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ജോ ഡ്രോപ്പിംഗ് ലുക്സ് ആണ് അതിനകത്ത്. മമ്മൂക്കാനെ പോലും ഞാൻ അങ്ങനെ നമുക്ക് ധ്രുവം അങ്ങനെയുള്ള പരിപാടിയൊക്കെ അല്ലേ അറിയുള്ളൂ. അതിൽ തന്നെ ഈ രണ്ട് ബട്ടൺ ഇട്ടൊരു ഷർട്ട് ഉണ്ട്, സെറ്റ് ആയിരുന്നു. ലിനനൊക്കെ ആ ചെയറൊക്കെ വലിയ ലോങ് ചെയറൊക്കെ. അത് അങ്ങനെയുള്ള ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ അന്ന് നമ്മളും പുറത്തുനിന്നുള്ള കണ്ടന്റുകളൊക്കെ കാണുന്നുണ്ടല്ലോടാ. പക്ഷെ അതിവിടെ ചെയ്ത കാര്യത്തിലല്ലായിരുന്നു എനിക്ക് ഈ ഈ ഒരു വാവ് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന കാര്യത്തിലല്ല, അത് നമ്മുടെ നാട്ടിൽ ഇവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് എൻ്റെ വാവ്. ഫോട്ടോ കൊച്ചിയിലാണ് ആ ഫ്രെയിം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെ ഒരു പുൾ ഓഫ് ചെയ്തു, പറ്റുമോ? ഫോട്ടോ കൊച്ചിയിൽ ഇങ്ങനെ നമ്മൾ ഫ്രെയിം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ലുക്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ആ ചോദ്യങ്ങളുടെ മറുപടി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാവ് ഫീൽ ചെയ്തത് എനിക്ക്. ഫോട്ടോഗ്രാഫിക്കലി ആൻഡ് മൊമെൻ്റ് തന്നെയായിരുന്നു, സ്റ്റൈലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. സ്റ്റൈൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റൈൽ. അവരും അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം അമലേട്ടനായാലും സമീറൊക്കെ ആയാലും ഒന്നും ഇടാ ഒരു കളർ നല്ല അവർ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മലയാള പടം. ഇരുവരെന്താ ജിംഷീനെ സിനിമാറ്റോഗ്രാഫറിനെ ചെയ്തത്? ഇരുവറൊക്കെ നമ്മൾ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണല്ലോ അതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് പഠിക്കുന്നത്. മറ്റേ നമ്മൾ മോഹൻലാൽ ആര് ഷൂട്ട് ചെയ്താലും നമ്മൾ മോഹൻലാലിനെ വല്ല നോക്കിയിരിക്കുള്ളൂ. ഇപ്പോൾ ആരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്യിച്ചോ, വി ഡോണ്ട് കെയർ, വി ലുക്ക് അറ്റ് മോഹൻലാൽ. പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാനും, അല്ലെങ്കിൽ സിനിമ പാട്ടും ഡാൻസും കോമഡിയും അല്ലാതെ ബാക്കിയുള്ള ഇമോഷൻസ് വെച്ചും നമ്മൾ ഒരു എൻഗേജ് ആവും എന്ന് മനസ്സിലാക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആസ് എ പ്രേക്ഷകൻ, ആസ് എ ചെറുതിലെ. അപ്പോഴൊക്കെയാണ് പിന്നീട് നമ്മൾ രണ്ടാമത് റീവിസിറ്റ് ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ല പടം ഇറങ്ങിയിട്ട്, ബട്ട് എന്നാലും ഒരു വിത്തിൻ 4-5 years ആയിരിക്കും നമ്മൾ എടാ അത് ലെൻസിങ് ആൻഡ് കവിത എന്നാ പറയാനുള്ളത്. സിനിമാറ്റോഗ്രാഫി ഈസ് കവിത. എത്ര ഷോട്ടുകൾ. അത് ഒന്നാമത്തെ കാര്യം എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ടാണ്. ഇപ്പം റൂഫിൻ്റെ മുകളിൽ നിന്നിട്ട് സിമ്പിൾ ഒരു ക്രെയിൻ ഷോട്ടാണ്. പുള്ളി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കുന്നതാണ് മോഹൻലാലിൻ്റെ. മുകളിലേക്ക് വരുമ്പോഴേക്കും എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഈസ് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ആൻഡ് മൂവ്മെൻറ്റ്. ഞാൻ ഓർക്കുന്നില്ല അതെങ്ങനെയാണ്, ചെറിയ എന്തോ അനക്കം എന്തോ കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഈ അപ്പല്ലാതെ പുള്ളി ഈസ് ജസ്റ്റ് ഷിഫ്റ്റിംഗ് ഇറ്റ്. ഭയങ്കര ഒരു ഷോട്ടായിരുന്നു. പിന്നെ ഈ മിറർ ഡയലോഗ്സ് അതൊക്കെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഫിലിം ക്യാമറയുടെ ഒരു സാധനം അതിനകത്തുണ്ട്. ആ ഓൾട്ടിറ്റ്യൂഡൊക്കെ ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ എവരി ഇഞ്ച് നമുക്കിങ്ങനെ ഡീറ്റെയിൽ സ്കൈലെല്ലാം കാണാം. പുള്ളിയുടെ ലെൻസിങ് ഇരുവർ പോലെ തന്നെ ദളപതിയും എന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. ട്രാഫിക് ബ്രദറിനെ ആലോചിച്ച് പ്രൗഡായ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. സോറി ഫോർ മൈ ലാംഗ്വേജ്. ആസിഫിൽ ഓടുന്നുണ്ട്, ഓടുമ്പോൾ ആളുടെ മേത്ത് ഒരു കൈൻഡ് ഓഫ് എന്തോ ഒരു ഗാഡ്ജറ്റ് എന്തോ ഉപയോഗിച്ചിട്ട് ആൾ ഓടുന്നതും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടല്ലോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു അതിനകത്ത്. ട്രാഫിക്കിലാണ് നമ്മൾ കാണുന്നത്. മീൻസ് ഓടുമ്പോൾ അയാളുടെ ബോഡി മൂവ്മെന്റ്സ് ഉൾപ്പെടെ നമുക്ക് കാണാം. യെസ്, അതിനൊക്കെ ഷൈജു ഒരു എക്സ്ട്രാ പുഷ് എടുത്തിട്ടുണ്ടാവില്ലേ? അതിനെ പറ്റിയൊക്കെ അന്ന് ഡിസ്കഷൻ പോയിട്ടുണ്ടോ? ഞാനും ശരിക്കും അതിനെക്കുറിച്ച് ഇരുന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ന്യൂബി, ആസ് എ പുതിയൊരു സിനിമാറ്റോഗ്രാഫർ, അവൻ്റെ ആദ്യത്തെ പടം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഹീൽ ഡു എനിത്തിങ് ഫോർ ഇറ്റ്. ഞാൻ റഹ്മാൻ്റെ പടം അനുരാഗരിക്കും വെള്ളം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 4-5 ദിവസം പാട്ട് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നീയോ ഞാനോ എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെക്കാത്തലോണിൽ വെച്ചിട്ട് വൈറ്റിലെ ഡെക്കാത്തലോണിൽ ബാസിയുടെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു വലിയൊരു ക്യാമറ ആയിരുന്നു അന്ന് ഞാൻ യൂസ് ചെയ്തത്, വിച്ച് വാസ് നോട്ട്
ആ പ്രോജക്റ്റിന് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ളൊരു ക്യാമറ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ബിക്കോസ് ഐ ലവ് ദാറ്റ് ക്യാമറ സോ മച്ച്. എനിക്ക് അതിൻ്റെ കളർ സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാമറയുടെ. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. ഞാൻ ഒരു വീൽ ചെയറിൽ ഒരു ഷോട്ട് 4-ാം ദിവസം എന്തോ ഒരു ഷോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോണിറ്റർ കേബിള് വീൽ ചെയറിൻ്റെ ചെറിയ വീലിൻ്റെ ഇടയിൽ കുടുങ്ങി ഞാൻ ചെയറിന് താഴെ വീണു. അത് ഇങ്ങനെയാണ് ഞാൻ താഴത്തേക്ക് പോകണം. ക്യാമറ നിലത്ത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പൊക്കിക്കളഞ്ഞു. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ നെഞ്ചടിച്ചാൽ താഴെ വീണു. അപ്പോൾ എനിക്കൊരു 10 സെക്കൻഡ് എടുത്ത് ഞാൻ ശ്വാസം വീടാൻ. പറഞ്ഞു ഓക്കെ അല്ലേ, ഞാൻ ഓക്കേടാ എന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം പോയി. പക്ഷേ രാത്രി റൂമിൽ ചെന്ന് കരിക്കും വെള്ളം ചെയ്യുമ്പോൾ ഞാനും പിന്നെ ഒരു റൂമില്ല താമസം. റൂമിൽ ചെന്ന് ഞാൻ കുളിച്ചും കൂടില്ല. ഞാൻ ഇങ്ങനെ കിടന്ന് എനിക്ക് പനിയടിച്ച് ഭയങ്കര പനിയായി. ഞാൻ അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 റിബ് പൊട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഹെയർ ലൈനാണ്, പക്ഷേ 2 എണ്ണം അത്യാവശ്യം ക്രാക്കായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് പ്ലാസ്റ്റർ ഒന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? അല്ല മോനെ, ഇത് പ്ലാസ്റ്റർ ഒന്നും ചെയ്ത് വിടാൻ പറ്റില്ല, നെഞ്ചല്ലേ. 3-4-5 ദിവസം റെസ്റ്റ് എടുക്കുക, ഒരാഴ്ച അനങ്ങാതെ കടന്നു കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ. 1 വീക്ക് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം തിരിച്ചു വന്ന് 1 വീക്ക് കഴിഞ്ഞ് ഒരു എക്സ്റേയും കൂടെ എടുക്കണം, അതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒന്നും വേണ്ടിയില്ല, ഓക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. റൂമിൽ പോയി റൈമി ചോദിച്ചു എന്ത് പറഞ്ഞു. അറിയില്ല, കുഴപ്പമില്ലടാ, ചതവാന്ന്. ഞാൻ ഷൂട്ട് ചെയ്തല്ല. നീ ചെയ്യോ, നീ വിട്ടുകളയോ? ഞാൻ ഇങ്ങനെ അനങ്ങിയൊക്കെ നോക്കുന്നുണ്ട്, എനിക്ക് ചുമക്കാൻ പറ്റും. ഞാൻ തിരിച്ച് കാറിൽ റൂമിലേക്ക് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് ചെയ്യും, ആരെങ്കിലും വിളിച്ചാലോ, ഇപ്പം ഞാൻ ലീവ് എടുക്കേണ്ടി വരുമോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ കാറിലിരുന്ന് അനങ്ങി നോക്കുന്നുണ്ട്, വേദന ഉണ്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ചുമക്കാൻ പറ്റില്ല. കാണിക്കുമ്പോൾ എനിക്കിവിടെ വേദനയാണ്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് പോയി. പറഞ്ഞു വന്ന കാര്യം ട്രാഫിക് അതേപോലെ ആയിരിക്കാം, അതേപോലെ തന്നെ ആണ്. ഷൈജുക്ക് ഫിസിക്കലി ഭയങ്കരമായിട്ട് ടയർഡായി, അല്ലെങ്കിൽ ഒരുപാട് പുള്ളി കഷ്ടപ്പെട്ട പടമാണ്. പുള്ളി അഡ്മിറ്റ് ആയിരുന്നു. ട്രാഫിക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി എന്തോ ഡീഹൈഡ്രേറ്റ് ആയിട്ടെന്തോ തല ഇറങ്ങിയിട്ട് പുള്ളി 1-2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. സമീർ ഖാനാണ് എന്നിട്ട് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ ട്രാഫിക് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൈജു ഖാൻ്റെ കൂടെ ജോമോൻ ടി ജോണാണ് അസോസിയേറ്റ് ക്യാമറമാൻ. ജോമോൻ ഓൾസോ ഹെൽപ് ഹിം എ ലോട്ട് വൈൽ ദ ഷൂട്ട് ബിക്കോസ് ദേ വർ ഫ്രണ്ട്സ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സമീർ ഖാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ജോമോനുള്ളതും ഷൈജു ഖാക്ക് ഒരു ഹെൽപ്പ് ആയിരുന്നിരിക്കാം, എനിക്കറിയില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആ പടം. ബട്ട് സനു താഹിർ വർക്ക് ചെയ്തതാണ് ആ പടം. നമ്മുടെ രോമാഞ്ചത്തിൻ്റെ DP സനുവിൻ്റെ ഫസ്റ്റ് പടം ഷൈജു ഖാൻ്റെ കൂടെയാണ്, ട്രാഫിക്കാണ്.